ഹലോ മക്കളെ, വെൽക്കം ടു റൈസ് എഡ്യൂക്കേഷൻ. അതുൽ സാറാണേ. അപ്പോൾ ഓണം വരെയല്ലേ? ഓണം വരുന്നതിന് മുന്നേ എന്തുണ്ടാ, ഓണം എക്സാം വരുന്നുണ്ടല്ലേ. അപ്പോൾ മാത്സിന് ഏതൊക്കെ ചാപ്റ്റർ ആണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. നമുക്കറിയാം 10th ആണ് ഏറ്റവും വലിയൊരു എക്സാം ആണ് നമുക്ക് മുന്നിൽ വരാൻ പോകുന്നത്, പബ്ലിക് എക്സാം അല്ലേ. അപ്പം അതിന് മുന്നേ ആയിട്ടുള്ള ഒരു എക്സാം ആണ് നമ്മൾ ഓണം എക്സാം. ഈ ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ച് അടിപൊളിയായിട്ട് പഠിച്ച് ഓണം എക്സാം എഴുതുകയാണെങ്കിൽ അത് ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവും മക്കളെ. അപ്പോൾ നന്ന രീതിയിൽ നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. ഏതൊക്കെയാണ് മാത്സിലെ 4 ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. റെഡി? അരിത്തമെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ചാപ്റ്റർ മക്കളെ. അരിത്തമെറ്റിക് സീക്വൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ അല്ല, കുറച്ച് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്, കുറേ കൺസെപ്റ്റ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് ഞാൻ പറഞ്ഞേ ഫൈനൽ എക്സാം വരെ നിങ്ങൾക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കേണ്ടി വരും. കാരണം ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ടല്ലേ വീണ്ടും 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 പഠിക്കേണ്ടി വരും. കുറച്ചധികം കൺസെപ്റ്റ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നന്നായിട്ട് പഠിക്കുക. നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയൊരു ചാപ്റ്റർ ആണെന്ത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ചാപ്റ്റർ മക്കളെ ഞാൻ പറയുന്നതിന് മുന്നേ മൂന്നാമത്തെ ചാപ്റ്റർ നമുക്ക് നോക്കാം. തേർഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര. അതായത് ഈ ചാപ്റ്ററിന്റെ അടുത്ത ഭാഗമായിട്ടല്ലേ സെയിം കൺസെപ്റ്റ് കാര്യങ്ങൾ തന്നെയാണ്. പണ്ട് കാലങ്ങളൊക്കെ രണ്ടും കൂടി ഒരുമിച്ചായിരുന്നു. ഇപ്പൊ രണ്ട് വേറെ വേറെ സെപ്പറേറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല. ഈ തേർഡ് ചാപ്റ്റർ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. രണ്ട് കൺസെപ്റ്റ് കാര്യങ്ങളെ എന്തോ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്രയിലുള്ളൂ. ഓക്കെ, നമുക്കറിയാം ആ രണ്ട് കൺസെപ്റ്റ് മാത്രം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്റർ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം ഫസ്റ്റ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും രണ്ടും ഒരേപോലെ തന്നെ മക്കളെ, രണ്ടും സെയിം കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പറഞ്ഞത്. ആ രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് നല്ല ചാപ്റ്റർ നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തത് ഓക്കെ, സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. ഇത് കുറച്ച് പേർക്ക് പ്രശ്നമാണ് അല്ലേ. കുറച്ച് പേർക്ക് പ്രശ്നം. അതായത് ഒരുപാട് ആൾക്കാർ ഞാൻ പഠിപ്പിക്കുമ്പോഴൊക്കെ പിള്ളേർ പറയുന്നുണ്ട്, സാറേ ഈ സംഭവം മനസ്സിലാവില്ല. മക്കളെ നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പം എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ സെക്കൻഡ് ചാപ്റ്റർ കിട്ടുള്ളൂ. നമുക്ക് വരയ്ക്കാനും ഓക്കെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പല 2 പോയിന്റ്സ് ജോയിൻ ഒക്കെ ചെയ്യേണ്ടാവും. ആ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാക്ടീസ് ചെയ്യണം. നിർബന്ധമായിട്ട് ടെക്സ്റ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യണം, പുറമേയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്യണം. എന്നാലേ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1ഉം 3ഉം എളുപ്പത്തിൽ ചെയ്യാം. നമുക്ക് ഫുൾ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഈ രണ്ടാം ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് നിങ്ങൾ നിർബന്ധമായിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇനി ഫോർത്ത് ചാപ്റ്റർ മക്കളെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അല്ലെ, സാധ്യതകൾ, പ്രോബബിലിറ്റി എന്നൊക്കെ പറയാം. എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. വീണ്ടും നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റർ ആണ് നാലാമത്തെ ചാപ്റ്ററും. അപ്പൊ ഈ 4 ചാപ്റ്റർ ആണോ നമുക്ക് ഓണം എക്സാമിനുള്ളത്? ഒരു പ്രശ്നമുണ്ട് മക്കളെ. അതായത് പല സ്കൂളിലും പറഞ്ഞിട്ടുണ്ട്, അതായത് 5ാം ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഈക്വേഷൻസ് ഓണത്തിന് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? അങ്ങനെ മനസ്സിലാക്കി വെക്കാം. നിങ്ങൾ എന്താ, നിങ്ങൾ ചില സ്കൂൾ പറയും അതില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ചിലർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇല്ല എന്ന് പറഞ്ഞോട്ട് ഒരു പ്രശ്നമില്ല, നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. സ്കൂളുകൾ ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ടീച്ചേഴ്സ് എന്ത് ചെയ്തു, ഇനി എങ്ങനെ ഉണ്ടെങ്കിൽ ഓൺ എക്സാം ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും മാറ്റി തരും നിങ്ങൾക്ക്. അത് നിങ്ങൾ പഠിക്കേണ്ട. ഇനി എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ, സ്കൂൾ ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ നിർബന്ധമായിട്ടും ഇതിന്റെ പകുതി ഭാഗങ്ങൾ മക്കളെ, ഹാഫ് ഭാഗങ്ങൾ ഇങ്ങനെ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പഠിക്കണം. അത് ഏതൊക്കെയാണ് എവിടെ വരികയാണ് എന്നുള്ളത് നിങ്ങൾ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരും. ആ രീതിയിൽ പല സ്കൂളിൽ പല പോലെയാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, റെഡി? അപ്പം നന്നായിട്ട് പഠിക്കുക മക്കളെ. നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുണ്ട്. ഇപ്പം നിലവിൽ 70% സ്കോളർഷിപ്പ് നമ്മൾ റേസ് തരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഫൗണ്ടേഷൻ ബാച്ച് ആണ് അല്ലെ, ഫൗണ്ടേഷൻ കോഴ്സ് ആണ്. അതായത് 10th പഠിക്കുമ്പോൾ എന്താ, 10th മാത്രമല്ല നിങ്ങൾ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ അല്ലെ, 11th-ലും 12th-ലും ഒക്കെ പഠിക്കാനുള്ള പല കാര്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് കൂടെ തന്നെ പഠിപ്പിച്ചു തരും. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ആവും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ, ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്താ മതി, കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പം ഓൺ എക്സാം നല്ലപോലെ അടിപൊളിയാക്കുക, തകർക്കുക, പൊളിച്ചടക്കുക. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പബ്ലിക് എക്സാമിന്റെ മുന്നോടിയായിട്ടുള്ളതാണെന്ത് ഈ ഓൺ എക്സാം എന്ന് പറഞ്ഞാൽ. നിർബന്ധമായിട്ടും ഫുൾ മാർക്ക് വാങ്ങണം. മാത്സിന്റെ കാര്യത്തിലാണ് ഫുൾ മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും, എല്ലാ മക്കൾക്കും സാറിന്റെ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.